പ്രിയമുള്ളവരെ, ഞാൻ PB ജിജീഷ്. ജസ്റ്റ് പ്ലൈനറിലേക്ക് സ്വാഗതം. ടെഹ്റാനിലെ ഇരുണ്ട ഒരു തെരുവിലൂടെ ഒരു യുവാവ് ഓടുകയാണ്. ഈ ദൃശ്യം കാണുന്നതിനിടെ ഒരു വെടിയൊച്ച നമുക്ക് കേൾക്കാം. ആ നിമിഷത്തിൽ ദൃശ്യം നിശ്ചലമാകുന്നു. മൊബൈൽ ക്യാമറ നിശബ്ദമാകുന്നു. 2026 പുലരുമ്പോൾ ഇറാനിലെ സാഹചര്യം ഇതാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് ജയിലഴിക്കുള്ളിലായിരിക്കുന്നത്. ഒരു രാഷ്ട്രമാകെ ശ്വാസം മുട്ടി പിടയുകയാണ്. ഒരു മർദ്ദക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമല്ല, അതിനേക്കാൾ പഴയ, അതിനേക്കാൾ ഒരുപാട് ശക്തിവത്തായ മറ്റു ചില കാരണങ്ങൾ കൂടിക്കൊണ്ട്. ഈ എപ്പിസോഡ് ഇറാനിലെ ഭരണകൂടത്തെ ന്യായീകരിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല. കൂടുതൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇറാനിലെ ജനാധിപത്യത്തെക്കുറിച്ച് അമേരിക്ക പറയുമ്പോൾ ഇനിയും നമ്മൾ അവരെ വിശ്വസിക്കണോ എന്ന ചോദ്യം. ഇറാനിൽ മനുഷ്യർ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക വീണ്ടും സംസാരിക്കാൻ ആരംഭിക്കുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇറാനിയൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നതിനെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്. അതിനുശേഷം അവർ ചെയ്തതെന്താണ്? ഇറാനിലെ തെരുവീഥികളിൽ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ അമേരിക്കയുടെ പ്രതികരണം നയതന്ത്ര മാർഗത്തിലൂടെ ആയിരുന്നില്ല. കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. കൂടുതൽ വസ്തുവകകൾ കണ്ടുകെട്ടുന്നു. ധനകാര്യ ഇടപാടുകൾ നിരീക്ഷിച്ച് മരവിപ്പിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഓൾ ഓപ്ഷൻസ് ആർ ഓൺ ദ ടേബിൾ എന്നാണ്. ഈ ഉപരോധങ്ങൾ വളരെ ടാർഗറ്റഡായി മാത്രം സ്വീകരിക്കുന്ന നടപടികളാണെന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ, സമൂഹത്തെയാകെ തന്നെ ഞെരുക്കി അമർത്തുകയാണ് ഈ ഉപരോധങ്ങൾ ചെയ്യുന്നത്. അവിടുത്തെ നാണയത്തിന് വിലയില്ലാതായി മാറിയിരിക്കുന്നു. ഇറക്കുമതികൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആശുപത്രികളിൽ അവശ്യ ഉപകരണങ്ങളോ മരുന്നോ ഇല്ലാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏകപക്ഷീയമായ ഇത്തരം ഉപരോധങ്ങൾ ആദ്യം ശിക്ഷിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണെന്നാണ് ആ മുന്നറിയിപ്പ്. എപ്പോഴും ഭരണാധികാരികൾക്ക് മറ്റ് നിരവധി ഓപ്ഷൻസ് ഉണ്ടാവും. മരുന്നുകളില്ലാതായാൽ, ഭക്ഷണം ലഭ്യമല്ലാതായാൽ, പണത്തിന് മൂല്യമില്ലാതായാൽ അത് ആദ്യം ബാധിക്കുക ആ രാജ്യത്തെ ജനങ്ങളെയായിരിക്കും. ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ മനുഷ്യനായിരിക്കും. പക്ഷേ സാമ്രാജ്യത്വം സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന വലിയ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും. ഭാഷയുടെ ചാതുര്യമുണ്ടാകും. പക്ഷേ നടപടികൾ എപ്പോഴും മർദ്ദക ഭരണകൂടങ്ങളേക്കാൾ ഭീകരമായിരിക്കും. ഇറാനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ ഒരു പാറ്റേൺ തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്കയുടേത് ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല, അവസരത്തെ മുതലെടുക്കലാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഉത്കണ്ഠകളെ മനസ്സിലാക്കാൻ നമുക്ക് 1953 ഓഗസ്റ്റ് മാസത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. അന്ന് ഇറാനിൽ ജനാധിപത്യമുണ്ടായിരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, മുഹമ്മദ് മൊസാദെ. അദ്ദേഹം ചെയ്ത കുറ്റം രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തും വിഭവവുമായ എണ്ണ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ബ്രിട്ടൻ പ്രതികരിച്ചു, ഒപ്പം അമേരിക്കയും. പിന്നീട് ഡീക്ലാസിഫൈ ചെയ്യപ്പെട്ട CIA രേഖകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും അവിടെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചത് എന്നാണ്. കൈക്കൂലികളിലൂടെ, അഴിമതിയിലൂടെ, തെരുവിലെ വലിയ അക്രമങ്ങളിലൂടെ
അതിഭീകരമായ പ്രോപ്പഗാൻഡയിലൂടെ അവിടെ ജനാധിപത്യം അവസാനിച്ചു, അമേരിക്കയുടെ ഒത്താശയോടുകൂടി. ഇവിടെ യഥാർത്ഥ പ്രശ്നം ഐഡിയോളജിയൊന്നുമല്ല, ആദർശവും രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളുമല്ല, എണ്ണയാണ് പ്രധാന പ്രശ്നം. ഡോളർ. 1970-കൾ മുതൽ എണ്ണ കച്ചവടമെല്ലാം നടക്കുന്നത് US ഡോളറിലാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയ അധികാരമാണ് നൽകുന്നത്. മറ്റുള്ളവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ, ഒറ്റപ്പെടുത്താൻ, ശിക്ഷിക്കാൻ എല്ലാം വലിയ സാധ്യതകൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇത് തുറന്നു നൽകുന്നു. ഇറാൻ ഈ സംവിധാനത്തെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് കുറ്റം. അതിന് പ്രതികാരമെന്നോണം ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കുകയാണ് പണ്ട് അമേരിക്ക ചെയ്തത്. ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. നിരന്തരമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഉപരോധങ്ങൾ വിദേശകാര്യ നയങ്ങളൊന്നുമല്ല, അത് സാമ്പത്തികമായ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. ഉപരോധങ്ങൾ മാത്രമല്ല, പല രീതിയിലുള്ള അധിനിവേശ ശ്രമങ്ങൾ, അതിക്രമങ്ങൾ ഇറാനെതിരെ നടത്തുന്നുണ്ട്. 2010 ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൈബർ അറ്റാക്കുണ്ടായി. ഇറാനിയൻ സെൻട്രിഫ്യൂജുകളെല്ലാം നശിപ്പിക്കുന്ന തരത്തിലൊരു വൈറസ്, ടക്സ്നെറ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ അത് അമേരിക്കൻ ഇസ്രായേലി രഹസ്യാന്വേഷണ സംഘടനകളുടെ ഒരു ഓപ്പറേഷനായിരുന്നു എന്ന് തെളിഞ്ഞു. ഭൗതികമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ സൈബർ ആയുധമായിരുന്നു ഇത്. അതിനുശേഷം ഇറാനിലെ ശാസ്ത്രജ്ഞരെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ പച്ചയായ ലംഘനമായിരുന്നു. എന്നിരുന്നാലും ഇതൊന്നും ഭീകരപ്രവർത്തനമാണെന്ന് ആരും പറഞ്ഞില്ല. ഇറാനിലെ ഭരണകൂടത്തെ മർദ്ദനത്തിൻ്റെ പര്യായമായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. യുക്രൈനിലെ സംഭവവികാസങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ വെനസ്വേലയിൽ സംഭവിച്ചത് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് മാത്രമാണ് എന്നാണ് അവരുടെ പക്ഷം. ഇതേ മീഡിയ തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഇറാഖിൽ മാരകായുധങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ചത്. ഇറാഖ് യുദ്ധത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കി അത്തരത്തിൽ അവിടെ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇതിനെക്കുറിച്ചാണ് നോം ചോംസ്കി മുന്നറിയിപ്പ് നൽകിയത്. മാനുഫാക്ചറിങ് കൺസെൻറ്റ്, അഭിപ്രായങ്ങൾ രൂപപ്പെടുകയല്ല, അതിനെ ബോധപൂർവം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, രൂപീകരിക്കുകയാണ് എന്നതാണ്. 2003 അമേരിക്ക ഇറാഖിൽ അധിനിവേശം നടത്തി. കാരണം അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നവർ വിശേഷിപ്പിച്ച അതിമാരകമായ മാനവകുലത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ആയുധങ്ങളുണ്ടാകും എന്നതായിരുന്നു. പിന്നീട് തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചവയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി. ഒരായുധങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഇന്നും ദുരിതത്തിൽ ജീവിക്കുന്നു. അതിലേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇറാഖ് സ്വതന്ത്രമാവുകയല്ല ഉണ്ടായത്, ആ രാജ്യം തകരുകയാണ് ചെയ്തത്. പിന്നീട് ലിബിയയിലേക്ക് വന്നു. അവിടുത്തെ സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക ലിബിയയിൽ നേറ്റോ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ബോംബ് വർഷം നടത്തി. ഗദ്ദാഫിയെ പിടികൂടി കൊല ചെയ്തു. അതിനുശേഷം ഒരവിടം വിട്ടു. ആഫ്രിക്കയിലെ ഏറ്റവും സുസ്ഥിരമായ ഒരു രാജ്യം ഇന്ന് വിഭാഗീയതയുടെ, ആഭ്യന്തര കലാപത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ എല്ലാം നടുവിലാണ്. രാജ്യം സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അഴിമതിയും അവസാനിക്കാത്ത യുദ്ധവും അടിമത്തവും അവിടെ വ്യാപകമായിരിക്കുന്നു. മനുഷ്യത്വപരമായ ഇടപെടലെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന യുദ്ധം അവിടെ മനുഷ്യത്വത്തെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതിനുശേഷം സിറിയ അമേരിക്കയുടെ അധികാരക്കളികളിലെ ഒരു ചെസ് ബോർഡായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമേരിക്കയും റഷ്യയും ഇറാനും തുർക്കിയുമെല്ലാം ആ കളിയിലുണ്ടായിരുന്നു. ആദ്യം ഉപരോധങ്ങളിലൂടെ ആ രാജ്യത്തെ സാധാരണ ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കി. പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ജനാധിപത്യം പക്ഷേ ഒരിക്കലും അവിടെ വന്നെത്തിയില്ല. രാജ്യം തകരുക തന്നെ ചെയ്തു. ഏറ്റവും പുതിയ പോർക്കളം വെനസ്വേലയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. ഉപരോധങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, പലതരത്തിലുള്ള പരോക്ഷമായ ഇടപെടലുകളിലൂടെ ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടക്കുകയാണ്. അങ്ങനെ ഈ വർഷം
അമേരിക്ക ആ രാജ്യത്തെ പ്രസിഡൻറ്റിനെ മഡ്യൂറോയെ രാജ്യതലസ്ഥാനത്ത് കടന്നു കയറി തട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ജനാധിപത്യം സ്ഥാപിക്കാനാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം യഥാർത്ഥ കാരണം എണ്ണയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ലെന്ന്. ഇന്ത്യയുടെ നിലപാടുകൾ കൂടി പരിശോധിച്ച് പോകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ഒരു കാലത്ത് വളരെ വ്യത്യസ്തമായ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത്. ഇരുധ്രുവങ്ങളിലുമുള്ള സൈനിക ബ്ലോക്കുകളെ പരിപൂർണമായും നിഷേധിച്ച ഒരു പാരമ്പര്യമായിരുന്നു രാജ്യത്തിനുണ്ടായിരുന്നത്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച വിദേശ നയം അത്തരത്തിലുള്ളതായിരുന്നു. ഏതു തരത്തിലുള്ള സാമ്രാജ്യത്വ അധിനിവേശങ്ങളെയും ഇന്ത്യ വിമർശിക്കുകയും അധിനിവേശത്തിന് കീഴ്പ്പെടുന്ന ജനതകൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ഇറാഖ് യുദ്ധത്തെ നമ്മൾ എതിർത്തതാണ്. രാജ്യങ്ങളുടെ പരമാധികാരം സുപ്രധാനമാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഇന്ന് പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേകതരം ബാലൻസിങ്ങിനുള്ള ശ്രമമാണ് നാം കാണുന്നത്. വോട്ടെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. ചിലപ്പോൾ നിശബ്ദരായിരിക്കാൻ തീരുമാനിക്കുന്നു. ചേരിചേരാ നയം എന്ന നമ്മുടെ പ്രഖ്യാപിത നിലപാട് ഇന്ന് തന്ത്രപരമായ നിലപാടുകളിലേക്ക് പരിണമിച്ചിരിക്കുന്നു. ഇറാനിയൻ ജനത സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം അവർ സത്യസന്ധതയും അർഹിക്കുന്നുണ്ട്. അമേരിക്ക ഇറാനിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ വന്നതല്ല. സംശയമൊന്നും വേണ്ട, അവർ പ്രതിരോധിക്കുന്നത് ജനാധിപത്യത്തെയല്ല. അമേരിക്കയുടെ ലക്ഷ്യം അധികാരമാണ്. അവിടുത്തെ എണ്ണയാണ്. അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യമാണ്. തന്ത്രപരമായ നിയന്ത്രണമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ തുല്യമായി ബാധകമാകുന്നതുവരെ സാമ്പത്തികമായ യുദ്ധപ്രഖ്യാപനം ഒരു തരത്തിലുള്ള അക്രമമാണെന്ന വസ്തുത അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്നതുവരെ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. സാമ്രാജ്യങ്ങൾ ഉയരുകയും വീഴുകയും ചെയ്യും. പക്ഷേ എപ്പോഴും അതിൻ്റെ വില നൽകേണ്ടി വരിക സാധാരണക്കാരായ ജനങ്ങളാണ്.